യം അഗ്നയേ നമ. എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃക്കേട്ട നക്ഷത്രത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രത്തെ 4 പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാമത്തെ പാദം 226 ഡിഗ്രി മുതൽ 230 ഡിഗ്രി വരെ വൃശ്ചികൻ രാശിയിൽ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. ഇവരുടെ സ്വഭാവം ഔദാര്യം എന്ന ഒരു സ്വഭാവ വിശേഷമായിരിക്കും. എല്ലാത്തിനോടും ഔദാര്യ മനോഭാവങ്ങൾ ഉണ്ടാവും. രണ്ടാം പാദം 230 ഡിഗ്രി മുതൽ 233 ഡിഗ്രി വരെ വൃശ്ചികൻ രാശി ഭരിക്കുന്ന ഗ്രഹം ശനിയാണ്. സ്വഭാവം ഉത്തരവാദിത്വം ആണ് ഇവരുടെ സ്വഭാവം. എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറാനും ഒക്കെ സാധിക്കുന്ന പാദമാണ് രണ്ടാം പാദം. മൂന്നാം പാദം 233 ഡിഗ്രി മുതൽ 236 ഡിഗ്രി വരെ ഭരിക്കുന്ന ഗ്രഹം ശനിയാണ്. സ്വഭാവം പരോപകാരം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും എന്നാണ്. നാലാം പാദം 236 ഡിഗ്രി മുതൽ 239 ഡിഗ്രി വരെ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. സ്വഭാവം യാഗകർമ്മങ്ങൾ ചെയ്യുക ഒക്കെ പറ്റുന്ന ഒരു സ്വഭാവവിശേഷങ്ങളാണ്. ഇവരുടെ വിശേഷങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും തൃക്കേട്ട നക്ഷത്രം ബുധൻ്റെ നക്ഷത്രമാണ്. എന്നാൽ പ്രപഞ്ച സൂര്യനിൽ നിന്നും നക്ഷത്രത്തിലേക്ക് റേഡിയേഷൻ വന്ന് ആത്മാക്കൾ തൃക്കേട്ട നക്ഷത്രത്തിലേക്ക് ഭൂമിയിൽ ജനിക്കുന്നത് ചന്ദ്രൻ എന്ന ഗ്രഹത്തിൻ്റെ ശാപം വാങ്ങിക്കൊണ്ടാണ്. അതായത് ചന്ദ്രൻ്റെ കർമ്മയുമായാണ് അവർ ഈ ഭൂമിയിലേക്ക് ജനിക്കുക. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് അമ്മയുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അമ്മയുമായിട്ടൊരു അത്ര ഒരു സംതൃപ്തികരമായ ഒരവസ്ഥയായിരിക്കത്തില്ല. മാത്രമല്ല ഭാഗ്യം പലപ്പോഴുമൊക്കെ കുറയുന്ന അവസ്ഥകളൊക്കെ പറയാം. സഹോദര സംബന്ധമായിട്ടൊക്കെയുള്ള ചില പ്രോബ്ലംസുകളൊക്കെയും ഇവർക്കുണ്ടാവും. അച്ഛനുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളും പൂർവിക സംബന്ധമായിട്ടൊക്കെയുള്ള ചില സ്വത്ത് വിഷയങ്ങളുമൊക്കെ ഇവർക്ക് വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ ചന്ദ്രശാപം മാറിയെങ്കിൽ മാത്രമേ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറേ ദുരിതവശങ്ങൾ മാറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആയതിനാൽ ചന്ദ്രശാപ പരിഹാരാർത്ഥമായി ചന്ദ്രശാപം കിട്ടിയ സ്ഥലങ്ങളുണ്ട്. അത് തമിഴ്നാട് സ്ഥലങ്ങളിലൊക്കെയാണ് അതിൻ്റെ ക്ഷേത്രങ്ങൾ. സിദ്ധന്മാർ ചന്ദ്രശാപം മാറുന്നതിന് വേണ്ടി ഉപദേശിച്ചു തന്ന മന്ത്രങ്ങൾ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായ ഹോമങ്ങളും പൂജകളും യഥാവിധി ദാനകർമ്മങ്ങളും ചെയ്തുകൊണ്ടാൽ ഈ ദോഷദുരിതങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കും. ധർമ്മങ്ങൾ ചെയ്താൽ കർമ്മങ്ങൾ കുറയുമെന്നാണ്. ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്വഭാവ വിശേഷങ്ങളെപ്പറ്റി പറയുമ്പോൾ പൊതുവെ ഇവർക്ക് എന്ത് കാര്യം ചെയ്തു കൊടുത്താലും ആ കാര്യത്തിനോട് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടുമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും തിരിച്ച് അത് പ്രകടിപ്പിക്കുന്ന കാര്യം ഇവർക്കൊരല്പം ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നെ ഇവരുടെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാനങ്ങളോ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളോ സ്ഥാപനങ്ങളോ ഒക്കെ ആ പ്രദേശത്തൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ തന്നെയാണെങ്കിലും അധ്യാപനം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. പിന്നെ കഴിവതും ഇവർ ഓൺലൈൻ വഴികളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. പിന്നെ ഇവരുടെ പൂർവികമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഫാമിലിയിലൊക്കെ ഡിവോഴ്സ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയുണ്ട്.
വലിയ മനക്കോട്ടകളൊക്കെ ഇവർ കിട്ടും. ഇവരുടെ വിവാഹ ജീവിതത്തിൽ പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പങ്കാളിയോട് ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സംതൃപ്തികരമല്ലാത്ത അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ നീങ്ങാവുന്ന ചില ലക്ഷണങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കഴിവതും ഒരു 35 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 40 വയസ്സ് തുടങ്ങുന്ന കാലഘട്ടത്തിലൊക്കെ ഇവർക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല ഉയർച്ചകൾ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. പിന്നെ കഴിവതും ഇവർ ഇളയ കുട്ടികളായി ജനിക്കാനാണ് കൂടുതലും ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുള്ളത്. ഒരല്പമൊക്കെ അഹങ്കാര ബുദ്ധിയൊക്കെ ഇവർക്ക് പൊതുവെ കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവും. ഇവർക്ക് സ്വന്തം കഴിവ് ഉപയോഗിച്ച് രക്ഷപ്പെടണം എന്നുള്ള അത്യന്തമായ ആഗ്രഹം ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മാതാവുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് കൂടെ ഉണ്ടാവും. നല്ല ഷാർപ്പ് ബുദ്ധിയായിരിക്കും. ബുദ്ധിശക്തി ഇവർക്ക് ഭയങ്കരമായിരിക്കും. ഒരു കാര്യം കേട്ടാൽ തന്നെ അത് ഭയങ്കരമായിട്ട് അവർക്ക് ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ട്. പുതിയ അറിവുകളൊക്കെ കണ്ടെത്താനും ഒക്കെ ഇവർക്ക് വളരെ കഴിവുകളാണ്. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഇഷ്ടമാണ്. ഇവർക്ക് മൂക്ക് സംബന്ധമായിട്ടോ ചെവി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബ്രീത്ത് സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഇടയുണ്ടാവും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇവർ സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും പ്രത്യേകം മിടുക്കരായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ രഹസ്യ കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെ രഹസ്യമായിട്ട് തന്നെ അത് സൂക്ഷിക്കും. അത്തരത്തിലൊക്കെയുള്ള കഴിവൊക്കെ ഇവർക്കുണ്ട്. പിന്നെ ഇവർക്ക് ഈ കിണറുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ളൊരു കണക്ഷൻസ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. വെള്ളം, കിണർ സംബന്ധമായിട്ടൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ നക്ഷത്രക്കാർ വെള്ളം ഒക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ജലത്തിൽ വീഴുക അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ ആണെങ്കിലും ജലസംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചില മരണഭയങ്ങളും മരണദുരിതങ്ങളൊക്കെ ഉണ്ടാവുക, അപകടങ്ങളുണ്ടാകാം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവർക്ക് വളരെ രുചികരമായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും അത് കൊടുക്കുവാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ മുറിവുകളോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇവർ ഈ സ്നാക്സ് കഴിക്കാനൊക്കെ ഭയങ്കര താല്പര്യം കൂടുതലായിരിക്കും ഇവർക്ക്. പെട്ടെന്നായിരിക്കും ഇവരുടെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സഡനായിട്ടായിരിക്കും, പ്രതീക്ഷിക്കാതെ പോലാണ് ഇവരൊരു തീരുമാനം എടുക്കുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ വെള്ളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫാമിലിയിലൊക്കെ ആണെങ്കിലും ജലസംബന്ധമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ലക്ഷണങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വരാം. പിന്നെ ഇവരുടെ വീട്ടിൽ അമ്മയ്ക്കായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ആധിപത്യം ഉണ്ടാവുക. പിന്നെ ഇവർക്ക് അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും. ഇവർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ ഇവർ ഭരിക്കാനായിട്ട് കൂടുതലും സാധ്യതകൾ കൂടുതലാണ് ഇവർക്ക്. മറ്റുള്ളവരുടെ ഈ ആഭരണങ്ങൾ ഒക്കെ നന്നായിട്ട് ഇവർ ആസ്വദിക്കും. സ്വർണ്ണങ്ങളൊക്കെ ഇവർക്ക് വാങ്ങിക്കാനും ഇട്ട് നടക്കാനും അതിനോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റും താല്പര്യമൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. പിന്നെ ഈ ഗൂഢശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനും ജ്യോതിഷം, മന്ത്രം, തന്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനും ഒക്കെ ഇവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. 40 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് കുറച്ചുകൂടി കൂടുതൽ ധനവരവുകളൊക്കെ ഉണ്ടാകുന്നത്. ഈ കമ്മീഷൻ വാങ്ങുക, ഏജൻറ്റ്, LIC ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെ ശോഭിക്കും. ഈ ഭക്ഷണ മേഖല ഒക്കെ അവർക്ക് വളരെ നല്ലതാണ്. ഈ നാൽക്കാലികളൊക്കെ വളർത്തുന്നതും ഒക്കെ ഇവർക്ക് താല്പര്യമായിരിക്കും. അതൊക്കെ വളർത്തുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ചെറിയ കിളികളെയൊക്കെ വളർത്താനായിട്ടൊക്കെ ഒരു പ്രത്യേക താല്പര്യവും സ്നേഹമൊക്കെ ഇവർക്കുണ്ടാവും. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ കൂടെ എപ്പോഴും ചില ഗ്യാങ്ങുകളുണ്ടാവും. ആ ഗ്യാങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടാകാം.
ചില ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ഇവർ സഞ്ചരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാം. അതുപോലെ തന്നെ ഈ മരുന്ന് സംബന്ധമായിട്ടും മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചില കണക്ഷൻസും ബന്ധങ്ങളുമൊക്കെ ഇവർക്ക് ഉണ്ടാവും. യൂട്രസ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് സ്ത്രീകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇവർക്ക് ബന്ധുക്കളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് കൂടുതൽ അറ്റാച്ച് ഒന്നും ഇവർക്ക് പൊതുവെ ഉണ്ടാകാൻ വഴിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവരോട്ട് ഉണ്ടാവും. പിന്നെ നാട് ചുറ്റാനും ഒക്കെ ഇവർക്ക് പ്രത്യേക ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടാകും. പിന്നെ ഇവരുടെ വീടിനടുത്ത് ഒരു കുറച്ചുകൂടെയൊക്കെ ഹൈ ലെവലിലുള്ള ആരെങ്കിലുമൊക്കെ താമസിക്കുക, അല്ലെങ്കിൽ വലിയ വീട് ഇവരുടെയൊക്കെ ഏരിയയിലൊക്കെ ഉണ്ടാകും. തുളസി ഒക്കെ ഇവരുടെ വീട്ടിലുണ്ടാകും. അതൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ്. പിന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ലോട്ടറി അടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരൊക്കെ ലോട്ടറി ഒക്കെ എടുക്കാൻ നല്ലതാണ്. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ആ കാശ് നഷ്ടപ്പെട്ടു പോകാനും ഇവർക്ക് സാധ്യത കൂടുതലാണ്. പിന്നെ ഇവർക്ക് ഈ ദാനം കൊടുക്കാനൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അന്നദാനമൊക്കെ നടത്തുന്നതിനോടൊക്കെ ഇവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമെങ്കിലും അതനുസരിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇവർ കാണിക്കുന്നില്ല. മനസ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർക്ക് കൂടെ കൂടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇല്ലീഗൽ സംബന്ധമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം. അതുപോലെ തന്നെ ചില പ്രണയകാര്യങ്ങളും ഒന്നിലധികം പ്രണയങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഈ ചില ഗൂഢ സ്വഭാവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കഴിവതും ഇവരെ പുറത്തോട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളെപ്പറ്റി തന്നെ അവർ ചിന്തിക്കുകയും അതിനെപ്പറ്റി പറയുകയൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കും. ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ പോകാനും കാണാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടവും താല്പര്യമൊക്കെ ആയിരിക്കും. ഒരുപാട് കൂടുതൽ ഫ്രണ്ട്സുകൾ ഇവർക്കുണ്ടാകും. ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളും ഇവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാകും. പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ ഇവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാകും. ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സഭ്യമല്ലാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയാവുന്ന. പിന്നെ മൃഗങ്ങളെ വാങ്ങാനും വളർത്താനും ഒക്കെ ഇവർക്ക് ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. മന്ത്രങ്ങൾ പഠിക്കാനൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് പൂരാടം, തിരുവോണം, ചതയം, ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, അത്തം, ചോതി. ഈ നക്ഷത്രക്കാർക്ക് ഇവർക്ക് പ്രതികൂലമാണ്. ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് മൂലം, അവിട്ടം, കാർത്തിക, മകയിരം, മകം, പുണർതം, ആയില്യം, ചിത്തിര, വിശാഖം, അനിഴം. ഇതൊക്കെ ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ്. ഇവർക്ക് നല്ല രീതിയിൽ കാശൊക്കെ ഉണ്ടാകണം, ഹൈ ലെവലിൽ എത്തണമെന്നൊക്കെയുള്ള കഠിനമായ ചിന്തകളും താല്പര്യമൊക്കെ ഇവർക്കുണ്ടാകും. വിദേശത്തു നിന്നൊക്കെ പല രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ ഇവർക്ക് വരുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ സ്കിന്നു സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് കൂടെ വരാം. പിന്നെ ഇവരെ എന്തെങ്കിലുമൊക്കെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്താലും ഇവരൊന്നും അത് കൂടുതൽ മൈൻഡ് ആകത്തില്ല. അതൊന്നും അല്ല ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ലക്ഷ്യം വേറെയാണ് എന്നുള്ള ചിന്ത ഇവർക്ക് നന്നായിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം. അച്ഛനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ അച്ഛനെ മനസ്സ് വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ അച്ഛൻ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഫാമിലി സംബന്ധമായി ബന്ധപ്പെടുന്ന ചില പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാകാം. അമ്മയോടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അമ്മ മുഖേനയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാവാം. ചിലപ്പോഴൊക്കെ ഇവർക്കൊരു തേളിൻ്റെ സ്വഭാവം കാണിക്കും. കൂടെ നിൽക്കുന്നവരെയാണെങ്കിൽ ഇവർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വേദനിപ്പിക്കാനിട വരും. പിന്നെ ഇവരെ സ്നേഹിക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ പ്രണയാതുരമാകുന്ന ചെറിയ പ്രവർത്തനങ്ങളും ആക്ടിങ്ങുകളൊക്കെ ഇവർക്ക് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാവും. ഇവരെ സ്നേഹിക്കുന്നത്, ഇവരോട് സ്നേഹം കാണിക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ മണ്ടത്തരങ്ങളൊക്കെ ഇവർ കാണിക്കാറുമുണ്ട്. പിന്നെ ഇവർക്ക് കുറച്ച് വസ്തുക്കളുമായിട്ടൊക്കെ കുറേ റേഡിയേഷൻസ് ഉണ്ട്. ദേവി അമ്മൻ കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രമായിട്ടൊക്കെ ഇവർക്കൊരു കണക്ഷൻസ് ഉണ്ട്.
ഇന്ദ്രനുമായിട്ട് ഇവർക്കൊരു കണക്ഷൻസ് ഉണ്ട്, ഭദ്രകാളിയുമായിട്ട് ഇവർക്കൊരു കണക്ഷൻസ് ഉണ്ട്. ഹനുമാൻ സ്വാമി, നാഗദേവത, കുട, അമ്പ്, ഊന്നുവടി, കവചകുണ്ടലം, റോസാപ്പൂവ്, തൈര്, ശർക്കര. അപ്പോൾ ഈ ശർക്കരയൊക്കെ ഇവർക്ക് ദാനം കൊടുക്കുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. കരിങ്ങാലി മരം. അതുപോലെ ഇവർ ധരിക്കേണ്ട യന്ത്രം ത്രിപുരസുന്ദരി യന്ത്രമാണ്. ഇവരുടെ മൃഗം ആൺമാനാണ്. ഇവരുടെ നിറമെന്ന് പറയുന്നത് കിളിപ്പച്ച ആണ് ഇവരുടെ. അതുപോലെ തന്നെ ഗ്രേ കളറും ഒക്കെ ഇവർക്ക് നല്ലതാണ്. പടിഞ്ഞാറ് ദിശയാണ് ഇവർക്ക് നല്ലത്. എന്ത് കാര്യവും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിഞ്ഞ് ചെയ്യുക, പടിഞ്ഞാറ് ദിക്കിലൊക്കെ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുകയൊക്കെ ഇവർക്ക് നല്ലതായിരിക്കും. 4 മുഖമുള്ള രുദ്രാക്ഷമാണ് ഇവർക്ക് ധരിക്കേണ്ടത്. പിന്നെ ആയുസ്സുമായിട്ടൊക്കെ ഇവർക്കൊരു കണക്ഷൻസ് ഉണ്ട്. ചിലപ്പോഴൊക്കെ ഇവരുടെ കാരണങ്ങൾ കൊണ്ട് ആയുസ് വരെ ദോഷം സംഭവിക്കാൻ, ആയുസ്സിന് ഗുണവും വരാം. ഈ കുന്തം, കുത്തുന്ന കുന്തം, ഇതൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ്. ദേഷ്യപ്പെടുന്നത് ഇതിൻ്റെ റേഡിയേഷനാണ്. നാൽക്കാലികൾ, കഴിക്കുന്ന സ്പൂണ്, പാര, അതുപോലെ പോസ്റ്റ്മാന്, പുള്ളിമാൻ, ആണി, ഡാം, അരമന, തുളസി, നന്ദവനക്കാട്, തേള്, പാമ്പ്, തയ്യൽ മെഷീന്. ഇവരുടെയൊക്കെ വീട്ടിലൊക്കെ എന്തെങ്കിലും തയ്യൽ മെഷീനൊക്കെ കാണാനൊക്കെ സാധ്യത വരും. അതുപോലെ തന്നെ കീരി, മാനിൻ്റെ കൊമ്പ്, കോടതി, രജിസ്ട്രേഷൻ, കുറ്റവാളി, കള്ളൻ, വാട്ടർ ടാങ്ക്, കലണ്ടർ, പഞ്ചാംഗം, ചുറുചുറുപ്പ്, അതുപോലെ തന്നെ കൊലക്കയറ്, ആത്മഹത്യ, ചില പ്രേതം, പിശാച്, ബാധ, വൈരാഗ്യം, ചില പദവികൾ, സ്വത്ത്, യുദ്ധം, മിലിട്ടറി, പോലീസ്. ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷൻസിൽ വരും. ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കൊക്കെ മിലിട്ടറി, പട്ടാളത്തിലും പോലീസിലും ഒക്കെ ചേരാനുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ലക്ഷണങ്ങളും അവർക്ക് അങ്ങനെ വരും. അതുപോലെ തന്നെ ഈ ഭരണതലപ്പത്തൊക്കെ ഇരിക്കാനും, എന്ത് ഭരണം നന്നായിട്ട് കൈകാര്യം ചെയ്യാനും ഇവർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. സ്ഥലം മാറി മാറി നിൽക്കാനുള്ള സാധ്യതകളൊക്കെ ഇവർക്കുണ്ടാകും. രാജതന്ത്രം, ഇവരൊക്കെ നന്നായിട്ട് ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇവർക്ക് വളരെ നല്ല കഴിവുള്ളതായിരിക്കും. പിന്നെ ഇവർക്ക് അംഗഭംഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരാം. ഈ കണ്ണിന് ചെറിയ ചെറിയ, ഒരു കണ്ണ് വലുതല്ലേ ഒരു കണ്ണ് ചെറുത്, ചെവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കൈക്കോ കാലിനോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുഴ തെറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുറിവോ ചതവോ ഒടുവോ പോലെയൊക്കെയുള്ള ചില ഭംഗങ്ങളൊക്കെ ഇവർക്കുണ്ടാവാം. പിന്നെ ലോട്ടറി, പിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അസുഖങ്ങളൊക്കെ ഇവർക്ക് എന്തെങ്കിലും വരാം. പെട്ടെന്ന് ഇവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ പെട്ടെന്ന് അത് കണ്ടെത്താനായിട്ട് പാടായിരിക്കും. അതുപോലെ ഈ മന്ത്രവാദം ആയിട്ടൊക്കെ ഇവർക്കൊരു കണക്ഷൻസ് ഉണ്ട്. ചില മന്ത്രവാദമൊക്കെ ചെയ്യാനും ഒക്കെ ഇവർക്ക് താല്പര്യങ്ങളൊക്കെ കാണിക്കും. ഈ പൈൽ സംബന്ധമായിട്ടൊക്കെയുള്ള ചില അസുഖങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചില ഗൂഢപ്രയോഗങ്ങളും ചതിപ്രയോഗങ്ങളൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ്. ചിത്രവധം എന്ന് പറഞ്ഞാൽ ക്രൂരമായ രീതിയിൽ വധിക്കുക. ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ റേഡിയേഷനാണ്. ഓപ്പറേഷൻ, അതുപോലെ തന്നെ തീപിടുത്തം, വേസ്റ്റ് തീപിടുത്തം, വാഹന അപകടം, തലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ സംബന്ധിക്കുന്ന കുറേ ബന്ധങ്ങൾ ഇവർക്ക് പറയേണ്ടതായിട്ടുള്ളത്. 2025 കാലഘട്ടം ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. അപകടാദി കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില ഈ മദ്യം, മയക്കുമരുന്ന്, അതുപോലെ ഇല്ലീഗലായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർ ബന്ധപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചതിപ്രയോഗാദി കാര്യങ്ങളൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പോലീസ് കേസ് പോലെയുള്ള ചില വിഷയങ്ങളൊക്കെ 2025 കാലഘട്ടത്തിൽ വന്നേക്കാം എന്നുള്ള സാധ്യതയുണ്ട്. ആ മേഖലകളൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരാം. സ്ത്രീകളോ പാർട്ട്ണർഷിപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അനുകൂലമായിട്ടുള്ള ചെറിയ ഗുണവശങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കിട്ടാനുള്ള ചില കാര്യങ്ങളൊക്കെ വഴിത്തിരിഞ്ഞ് വരിക, ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഇവർക്ക് പറയാം. ഫാമിലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വിഷമസ്ഥിതികളോ കലഹം പോലെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ 2025 കാലഘട്ടത്തിലൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തെ പറ്റി നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.